സൂപ്പർ ഹീറോ ചിത്രം സംവിധാനം ഉണ്ണി മുകുന്ദൻ. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തിയോ എന്ന കാര്യം കൂടി ചെക്ക് ചെയ്യണേ. സൂപ്പർ ഹീറോ ചിത്രം സംവിധാനം ഉണ്ണി മുകുന്ദൻ. കേൾക്കുമ്പോൾ കൗതുകം പലർക്കും തോന്നാം, സത്യം തന്നെയാണ്. അങ്ങനെ പൃഥ്വിരാജിന് ശേഷം ഒരു യുവ സംവിധായകൻ, അതും സിനിമയിലെ അഭിനേതാവ് എന്ന നിലയിൽ പ്രശസ്തി നേടിയ ശേഷം വീണ്ടും ഒരു സംവിധാനത്തിനായി അദ്ദേഹം ഒരുങ്ങുകയാണ്. വീണ്ടും എന്ന് പറഞ്ഞത് വീണ്ടും അങ്ങനെ ഒരു യുവതാരം എത്തുന്നു എന്നർത്ഥത്തിൽ. മിന്നൽ മുരളിക്ക് ശേഷം മലയാളത്തിൽ നിന്ന് ഒരു സൂപ്പർ ഹീറോ ചിത്രവുമായിട്ടാണ് ഇത്തവണ ഈ ഒരു താരത്തിന്റെ വരവ്. സംവിധാനം കൂടി അദ്ദേഹം തന്നെ നിറവേറ്റുകയാണ്. പ്രീ പ്രൊഡക്ഷൻ തുടങ്ങി എന്നാണ് അറിയുന്നത്. ചിത്രീകരണം അടുത്ത വർഷത്തിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു എന്നും കേൾക്കുന്നു. മലയാളത്തിലെ ആദ്യ സൂപ്പർ ഹീറോ ചിത്രമായ മിന്നൽ മുരളിക്ക് ശേഷം സൂപ്പർ ഹീറോ ജോണറിലുള്ള മറ്റൊരു ചിത്രം കൂടി മോളിവുഡിൽ നിന്ന് പിറവിയെടുക്കാൻ പോവുകയാണ്. പൃഥ്വിരാജിന് പിന്നാലെ നടനായ മറ്റൊരാൾ കൂടി ഈ ചിത്രത്തിലൂടെ സംവിധായകനാകാൻ ഒരുങ്ങുകയാണ്. ഉണ്ണി മുകുന്ദനാണ് അത്. മിഥുൻ മാനുവൽ തോമസ് രചന നിർവഹിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്ന നടനായ ഉണ്ണി മുകുന്ദനെ കുറിച്ച് എല്ലാവരും വലിയ പ്രതീക്ഷകളോടുകൂടി തന്നെയാണ് കാത്തിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ഒരു സൂപ്പർ ഹീറോ പവറുള്ള ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ പറ്റിയ ബോഡി സ്ട്രക്ചറുള്ള ഒരു നടൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ ചിത്രത്തിൽ അഭിനയവും സംവിധാനം ഒരുമിച്ച് ചെയ്യുമോ എന്നറിയുന്നതിന് വേണ്ടിയാണ് ആളുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഉണ്ണി മുകുന്ദന്റെ ഈ ചിത്രം നിർമ്മിക്കുന്നതാകട്ടെ ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ്. പുസ്തകങ്ങളിലൂടെയും സിനിമകളിലൂടെയും കഥകളിലൂടെയും കുട്ടിക്കാലം മുതൽ സൂപ്പർ ഹീറോകൾ തന്നെ ആകർഷിച്ചിട്ടുണ്ടെന്നും സ്വപ്നം കാണുന്ന ആ കുട്ടി ഇപ്പോഴും തന്നിലുണ്ടെന്നും ഉണ്ണി മുകുന്ദൻ കുറിക്കുകയാണ്. ചിത്രത്തിന്റെ കഥ ഉണ്ണി മുകുന്ദന്റേത് തന്നെയാണ്. തിരക്കഥയാണ് മിഥുൻ മാനുവൽ ഒരുക്കുന്നത്. VC പ്രവീൺ, ബൈജു ഗോപാലൻ എന്നിവരാണ് കോ പ്രൊഡ്യൂസേഴ്സ്. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൃഷ്ണമൂർത്തി. തെലുങ്ക് സിനിമയിൽ തനിക്ക് നിലവിലുള്ള തിരക്കുകൾ പൂർത്തിയാക്കി ഈ മലയാള ചിത്രം എന്ന് സംവിധാനം ചെയ്യുമെന്ന് ഉണ്ണി മുകുന്ദൻ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും തിരക്കുകൾക്ക് ശേഷം അടുത്ത വർഷത്തിലായിരിക്കും ചിത്രത്തിന്റെ ഷൂട്ട് പ്രോസസ് നടക്കുക. മറ്റു ഭാഷകളിലും പ്രദർശനത്തിന് എത്തിക്കുന്ന രീതിയിലായിരിക്കും ചിത്രത്തിന്റെ നിർമ്മാണം. ഉണ്ണി മുകുന്ദന്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ വെച്ച് നോക്കുമ്പോൾ അതിന് അദ്ദേഹത്തിന് പ്രാപ്തവുമാണ്. ഇന്നലെ പ്രഖ്യാപിക്കപ്പെട്ട ചിത്രമാണിത്. മിഥുൻ മാനുവലും ഉണ്ണി മുകുന്ദനും ഒന്നിക്കുന്ന ചിത്രം ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്നു എന്നല്ലാതെ ചിത്രം ഉണ്ണി മുകുന്ദന്റെ സംവിധാന അരങ്ങേറ്റമായിരിക്കുമെന്ന് പക്ഷേ അണിയറക്കാർ ആരും തന്നെ അറിയിച്ചിരുന്നില്ല. ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രമാണിത്. തന്റെയും ഉണ്ണി മുകുന്ദന്റെയും ഗോകുലം മൂവീസിന്റെയും ഫിലിമോഗ്രഫിയിലെ മാത്രമല്ല മലയാള സിനിമയിലെ തന്നെ ഏറ്റവും വലിയ ചിത്രങ്ങളിൽ ഒന്നാണ് ഇതെന്നാണ് മിഥുൻ അറിയിച്ചിരിക്കുന്നത്. രചയിതാവ് എന്ന നിലയിൽ താനേറെ ആവേശപ്പെടുന്ന പ്രൊജക്റ്റാണ് ഇതെന്നും മിഥുൻ മാനുവൽ തോമസ് കൂട്ടിച്ചേർത്തു. വമ്പൻ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ വലിയ താരനിരയാണ് പ്രത്യക്ഷപ്പെടുക. ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ചിത്രത്തിലെ മറ്റ് താരങ്ങൾ, അണിയറ പ്രവർത്തകർ എന്നിവരുടെ പേര് വിവരങ്ങൾ അധികം വൈകാതെ തന്നെ പുറത്തുവിടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നായകൻ ഉണ്ണി തന്നെയായിരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ നായകനെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുമില്ല. മാർക്കോ എന്ന ചിത്രത്തിലൂടെ ഉണ്ണി മുകുന്ദൻ കരിയറിലെ ആദ്യ 100 കോടി ക്ലബ്ബ് സ്വന്തമാക്കിയിരിക്കുകയാണ്. മലയാളത്തിലെ ഏറ്റവും വയലന്റ് ചിത്രം എന്ന വിശേഷണത്തോട് കൂടിയ ഈ ചിത്രം ഉത്തരേന്ത്യൻ പ്രേക്ഷകരും ഏറ്റെടുത്തിരുന്നു. അതേസമയം വൈശാഖിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി നായകനായ ടർബോയാണ് മിഥുൻ മാനുവലിന്റെ രചനയിൽ അവസാനം പ്രദർശനത്തിന് എത്തിയ ചിത്രം. ഏതായാലും വലിയ പ്രതീക്ഷകളാണ് ഈ സിനിമയ്ക്ക് മേലുള്ളത്. ഉണ്ണി മുകുന്ദൻ തന്നെയായിരിക്കുമോ ചിത്രത്തിലെ സൂപ്പർ ഹീറോ കഥാപാത്രമായി എത്തുക, അതോ മറ്റൊരു താരം ഇതിന് വരുമോ? അതൊരു പാൻ ഇന്ത്യൻ റീച്ചുള്ള സിനിമയെന്ന നിലയ്ക്ക് ഒരുവിധം അറിയപ്പെടുന്ന താരമോ അല്ലെങ്കിൽ ബോളിവുഡ് സ്റ്റാറോ ഈ സിനിമയിൽ എത്തുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ട വസ്തുതകളാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം, ഉണ്ണി മുകുന്ദൻ ഈ വേഷം ചെയ്താലും അത് ഗംഭീരമായിരിക്കും. കാരണം അദ്ദേഹത്തിന്റെ ഫിസിക് അതിന് ചേർന്നതാണ്. ബോഡി ഫിറ്റ്നസ് കാത്തു സൂക്ഷിക്കുന്ന കാര്യത്തിൽ മലയാളത്തിൽ മറ്റുള്ളവർക്ക് മാതൃക കൂടിയാണ് ഉണ്ണി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.